ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അഹമ്മദാബാദ് വിമാനാപകടം ഉണ്ടായി ഏകദേശം ഒരു മാസങ്ങൾക്ക് ശേഷം വ്യോമയാന മന്ത്രാലയത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ ഒരു റിപ്പോർട്ട് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഞെട്ടലും ആശങ്കയുമാണ് ഉണ്ടാകുന്നത്. കാരണം ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ റിപ്പോർട്ടിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒന്നാമത്തെ എഞ്ചിൻ, അതായത് ലെഫ്റ്റ് സൈഡിലെ എഞ്ചിൻ്റെ ആ ഒരു ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഒരു സെക്കൻഡിന് ശേഷമാണ് റൈറ്റ് സൈഡിലെ സ്വിച്ച് ഓഫ് ചെയ്തത്. പ്രത്യേകിച്ച് ഇത്രയും ക്രിട്ടിക്കലായിട്ടും അത് ക്രൂഷ്യലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് വിമാനം ടേക്ക് ഓഫിങ് ലാൻഡിങ്ങുമാണ് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള രണ്ട് സ്റ്റേജുകൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരു പൈലറ്റും ബോധപൂർവം ഈ പറയുന്ന കൺട്രോൾ സ്വിച്ച് ഓഫ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ഇതിൽ എന്തെങ്കിലും അട്ടിമറിയുണ്ടോ, അല്ലെങ്കിൽ ബോധപൂർവം ചെയ്തതാണോ, അതോ അല്ലെങ്കിൽ യന്ത്ര തകരാറാണോ? ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയാലേ നമുക്കത് പറയാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ കൂടിയും ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഒരിക്കലും ഞാൻ ഈ വീഡിയോയിലൂടെ പൈലറ്റിനെയോ അല്ലെങ്കിൽ വിമാന കമ്പനിയോ അവർക്കെതിരായിട്ടോ പറയാൻ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. തികച്ചും സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. നമുക്ക് ആദ്യം തന്നെ ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിൻ്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വണ്ടികളിലൊക്കെ ബൈക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്യൂവൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള പ്രത്യേക വാൽവുകളുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡും അതുപോലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഏവിയോണിക്സ് മേഖല ഉപയോഗിക്കുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വിമാനം പാർക്ക് ചെയ്യുന്ന അവസ്ഥയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലായിരിക്കുന്ന അവസ്ഥയിൽ ഇത് ഓഫ് ചെയ്തിടാറുണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള വിമാനാപകടം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എഞ്ചിന് തീ പിടിക്കുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് എഞ്ചിനിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂവൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവിടെ എഞ്ചിൻ താൽക്കാലികമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്, തീ പടരാതിരിക്കാൻ. അപ്പോൾ ക്ലൈംബ് ചെയ്ത് ലാൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് ആക്കി ഇടത്തില്ല. അടിയന്തര സാഹചര്യം വന്നാൽ റീസ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെയുള്ള പ്രൊസീജിയറിലൊക്കെയാണ്. അതും വളരെ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി ATCയുടെ അനുമതിയും അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റൊക്കെ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്ക് പൈലറ്റുമാർ സാധാരണഗതി പോവുക. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന സ്വിച്ചുകൾ ഓഫാക്കിയ കാര്യം ഒരു പൈലറ്റ് അടുത്ത പൈലറ്റിനോട് പറയുന്ന സംഭാഷണം, അതായത് എന്തിന് സ്വിച്ചുകൾ ഓഫ് ചെയ്തു? അപ്പം തൊട്ടടുത്ത സഹ പൈലറ്റ് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നുള്ളൊരു മറുപടി. ഒരിക്കലും ഒരു വിമാനത്തിൽ ഇങ്ങനെയൊരു കോൺവെർസേഷൻ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം ആശയവിനിമയത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു അപാകത പോലും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിതെളിച്ചേക്കും. പിന്നെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് ഒരിക്കലും ഈ പറയുന്ന ടേക്ക് ഓഫിലോ ലാൻഡിങ്ങിൻ്റെ ഇടയ്ക്കലോ ഇങ്ങനെയൊരു സ്വിച്ച് മനഃപൂർവ്വം ഓഫ് ചെയ്യാൻ ബോധപൂർവം പറ്റത്തില്ല എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. ഇനി ഈ ഒരു സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനിലേക്കുള്ള ഫ്യൂല് കട്ടാവും. വീണ്ടും നമുക്ക് ഈ സ്വിച്ച് ഓൺ ചെയ്താൽ എഞ്ചിൻ അന്നേരം തന്നെ പ്രവർത്തിക്കത്തില്ല. ഏകദേശം ഒരു 2.5 മിനിറ്റെങ്കിലും സമയം എടുത്തിട്ടാണ് അതിൻ്റെ ആ ഒരു പൂർണ്ണ പവറിലേക്ക് അത് എത്താൻ സാധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്ക് ഓഫായി വീണ്ടും അത് ഓണാക്കാൻ ശ്രമിച്ചെങ്കിൽ കൂടി അത് എഞ്ചിനിൽ ആ ഒരു ശക്തി കിട്ടാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്, അതിന് വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നിലംപതിച്ചതും. ഈ ഒരു സ്വിച്ചിന് 2 പൊസിഷനാണുള്ളത്, ഒന്ന് റണ്ണും 2 കട്ട് ഓഫും. ഇത് റണ്ണിലിടുമ്പോഴാണ് യഥാർത്ഥത്തിൽ വിമാനത്തിൻ്റെ ഇന്ധന ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ആ സോളിനോട് ആക്ടിവേറ്റ് ആവുന്നത്. ഇതെല്ലാം ഫ്ലൈ ബൈ വയർ എന്ന് പറയുന്ന മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ ഡയറക്റ്റ് ആയിട്ട് ട്യൂബിലെ വാൽവ് അല്ല ഇത്. കാരണം ഇലക്ട്രോണിക് ആയിട്ട് ഒരു കൺട്രോളർ സിസ്റ്റം അവിടെ ഉണ്ട്. അത് ഈ പറയുന്ന സ്വിച്ചിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടാണ് ആ സോളിനോട് വാൽവ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ 2 എണ്ണം ഉണ്ട്, ലെഫ്റ്റ് എഞ്ചിനും റൈറ്റ് എഞ്ചിനും. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ത്രസ്റ്റ് ലിവറിൻ്റെ തൊട്ട് താഴത്താണ്, അതായത് കോക്പിറ്റിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട്. ആ പൊസിഷനിങ്ങും പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് മെറ്റാലിക് ബ്രാക്കറ്റുകൾ, അതായത് മെറ്റാലിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്സിഡൻ്റലായിട്ട് ഒരു കൈ ചെന്ന് തട്ടിയാലോ അതല്ലെങ്കിൽ മുകളിൽ ഏതെങ്കിലും നമ്മൾ ലിവർ വലിച്ച് കൈ തെന്നിപ്പോയാലോ ഈ സ്വിച്ച് ഒരു കാരണവശാലും പോയി ഇടിക്കത്തില്ല. അഥവാ ഇടിച്ചെങ്കിൽ തന്നെ അത് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവത്തുമില്ല. ഈ സ്വിച്ചിൻ്റെ മെക്കാനിസം നോക്കുവാണെങ്കിൽ പുൾ ടു അൺലോക്ക് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് ഈ സ്വിച്ചിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇതിനകത്തൊരു സ്പ്രിംഗ് ലോഡർ ആയിട്ടുള്ള ലിവറുണ്ട്. നമ്മൾ ആ സ്വിച്ച് വലിച്ച് ഈ പറയുന്ന വെട്ടിലേക്ക് മാറ്റി ആ വെട്ടിൻ്റെ പുറത്തുകൂടെ കടത്തി അപ്പുറത്ത് കൊണ്ടേ വെച്ചെങ്കിൽ മാത്രമേ സ്വിച്ച് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിവർ മാറിപ്പോയി പിടിച്ച് താത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ വളരെ ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും. പൈലറ്റ് എന്ന് പറഞ്ഞാൽ അത്ര ഒബ്സസീവായിട്ട് വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റ് പ്രകാരം നോക്കിയാണ് ചെയ്യുന്നത്. അപ്പം ഒരു കാരണവശാലും അതിനോട് സാമ്യമായിട്ടുള്ള സ്വിച്ച് തൊട്ടടുത്തൊന്നും ഇല്ലാതാനും. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് സ്വിച്ച് ഏത് കൺട്രോളിലാണ് വരുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനുവേണ്ടി അത്രയും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഒരിക്കലും ആ ഒരു പോസിബിലിറ്റിയെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല.
പിന്നെയുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റിൽ വന്ന എന്തെങ്കിലും തകരാറോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ മൂലം ഈ സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ് ആയതാണോ എന്നൊരു സംശയം തോന്നാം. പക്ഷേ എങ്കിൽ കൂടി നമ്മളൊരു സാധാരണ ഇലക്ട്രിക്കൽ സ്വിച്ച് പോലെയല്ല ഈ ഒരു സ്വിച്ച് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്നത്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ്. അതായത് നമ്മളൊരു സാധാരണ സ്വിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 2 ടെർമിനലേ കാണത്തുള്ളൂ. അതായത് സ്വിച്ച് ഓൺ ഓഫ്, അതിനനുസരിച്ച് ഈ കോൺടാക്റ്റ് തമ്മിൽ കണക്റ്റ് ആവും, ഡിസ്കണക്റ്റ് ആവും. പക്ഷേ ഈ ഒരു സ്വിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം വയറുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തിനാണ് ഒരു സ്വിച്ചിൽ ഇത്രയധികം വയറുകളെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇൻ കേസ് ഏതെങ്കിലും ഒരു കോൺടാക്റ്റ് ഫെയിൽ ആയാലും അടുത്ത ഒരു കോൺടാക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. അതായത് അതിലധികമോ കോൺടാക്റ്റുകൾ ഒരേ സമയം കണക്റ്റ് ആവുകയും ഡിസ്കണക്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കോൺടാക്റ്റ് പോയാലും റിഡൻഡൻ്റ് ആയിട്ട് അടുത്ത കോൺടാക്റ്റ് എന്നുള്ള ഇൻഫർമേഷൻ അവിടെ കിട്ടും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വയറുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ മൾട്ടിപ്പിൾ വയറിൽ നിന്ന് തന്നെ നമുക്ക് പല കൺട്രോൾ സിസ്റ്റത്തിലേക്കും കണക്ഷൻസ് പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഇൻഡിക്കേഷൻ പാനലിലേക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, അതായത് ബ്ലാക്ക് ബോക്സിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സ്റ്റാറ്റസ് നമുക്ക് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ നമുക്ക് ഈ സ്വിച്ചിൽ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ഈ സ്വിച്ച് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ ഗ്രേഡ് ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അലോയ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കൺസ്യൂമർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സ്വിച്ച് പോലെയല്ല, അതിൽ സ്പാർക്കിങ്ങോ ആർക്കിങ്ങോ ലൂസ് കണക്ഷനോ ഒന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത്രയധികം മാനദണ്ഡങ്ങളോട് കൂടിയിട്ടാണ് ഒരു വിമാനത്തിലെ സ്വിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വിച്ചിനൊരു മെക്കാനിക്കൽ ഫെയിലിയർ ഉണ്ടാകുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. അഥവാ ഉണ്ടായാൽ തന്നെ തീർച്ചയായിട്ടും അതിനുള്ള ഒരു അലേർട്ട് അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ചെക്ക് ലിസ്റ്റ് ചെയ്യുന്ന സമയത്തെങ്കിലും നോട്ടിഫൈ ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിശദമായിട്ടുള്ള റിപ്പോർട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അഥവാ ബ്ലാക്ക് ബോക്സിൻ്റെ ഒരു ഉപയോഗം വരുന്നത്. അതായത് പൈലറ്റ് ഇത് സംഭാഷണം കഴിഞ്ഞ് ഏത് സെക്കൻഡിലാണ് ഈ സ്വിച്ച് ഡീആക്ടിവേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് ആ സമയത്ത് സ്വിച്ചിൻ്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, ഓൺ ആയിരുന്നോ ഓഫ് ആയിരുന്നോ അല്ലെങ്കിൽ 1 ആണോ 0 ആണോ എന്നുള്ളതെല്ലാം ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം സ്റ്റാമ്പിങ്ങും ഇവരുടെ കോൺവെർസേഷനും ഒക്കെ വെച്ചിട്ട് അത് ബോധപൂർവ്വം ഓഫ് ചെയ്തതാണോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി എന്തെങ്കിലും ഇൻറ്റേർണലി ഷോർട്ട് ആയതാണോ എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ വിമാനാപകടത്തിൻ്റെ വീഡിയോ പരിശോധിച്ചതിൽ നിന്ന് ഏറ്റവും ദുരൂഹമായിട്ട് കാണപ്പെട്ട ഒരു കാര്യമാണ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വിമാനത്തിൻ്റെ റാം എയർ ടർബൈൻ അഥവാ റാറ്റ് എന്ന് പറയുന്ന ആ ഒരു ജനറേറ്റർ ഡീപ്ലോയ് ചെയ്തു. നമുക്കിവിടെ കാണാൻ സാധിക്കും അത് ഡീപ്ലോയ് ചെയ്തതിൻ്റെ ആ ഒരു പിക്ചറൊക്കെ. അപ്പോൾ ഇത് ഡീപ്ലോയ് ചെയ്യുന്നത് സാധാരണഗതിയിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനാണ്. അതായത് വിമാനത്തിൻ്റെ ഇലക്ട്രിക്കൽ സബ്സിസ്റ്റം ഫെയിൽ ആവുകയും എഞ്ചിൻ ഫെയിൽ ആവുകയൊക്കെ ചെയ്യുമ്പം വിമാനം സേഫായിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്ന റാറ്റ് എന്ന് പറയുന്ന സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സാഹചര്യത്തിൽ ഈ ഒരു ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അതായത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, നാവിഗേഷൻ, അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഗ്ലൈഡിംഗ് കൺട്രോൾ സിസ്റ്റം ഇതിലേക്കൊക്കെ പവർ എത്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്ത സമയത്ത് എന്തിന് ഡീപ്ലോയ് ആയി അല്ലെങ്കിൽ ഇത് സ്വയം ഡീപ്ലോയ് ചെയ്തതാണോ അല്ലെങ്കിൽ അത് മാനുവലി ചെയ്തതാണോ എന്ന് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ എഞ്ചിൻ രണ്ടും ഫെയിൽ ആവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓക്സിലറി പവർ യൂണിറ്റ് അതായത് വിമാനത്തിൻ്റെ ജനറേറ്റർ പ്രവർത്തനം നിലയ്ക്കുകയാണെങ്കിലാണ് ഇത് ഓട്ടോമാറ്റിക്കലി ഡീപ്ലോയ് ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തെ ഡാറ്റ തന്നെയാണ്. കാരണം ഒരു ലോങ് ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പാരാമീറ്റർ മോണിറ്റർ ചെയ്ത് അതിലെ വേരിയേഷൻസ് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ 1 മിനിറ്റിൽ താഴെയുള്ള ഡാറ്റയാണ് നമുക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡാറ്റയിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിലെന്തായാലും നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് തന്നെയാണ്. അപ്പോൾ ബ്ലാക്ക് ബോക്സിനെ പറ്റിയും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീ കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ ഇത്തരം സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ അതുവരെ ഗുഡ് ബൈ.